ത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. ഈ സമുദായത്തെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കാൻ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ കഴിവും കരുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടേണ്ടതുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കാലം ചെയ്തതുപോലെ അതിനേക്കാൾ കൂടുതലായി ചെയ്യേണ്ട കാലമാണ്, പ്രത്യേകിച്ച് റമദാനിൽ. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായി ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട്, സൽക്കർമ്മങ്ങൾ വിശുദ്ധമായ റമദാനിൽ നാം എന്തൊക്കെ അമലുകളാണ് ചെയ്തത്? ഓരോരുത്തരും മനസ്സിനോട് ചോദിച്ചു നോക്കുക. ഒരുപാട് അമലുകൾ ചെയ്തു, നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ഖുർആനോദി, എഴുത്തിക്കാവിരുന്നു, സദക്ക ചെയ്തു, ഒരുപാട് അമലുകൾ ചെയ്തു. പക്ഷേ ആ അമലുകളെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടിയ അമലുകളായിട്ടുണ്ടോ? യഥാർത്ഥ താല്പര്യത്തോടുകൂടി, അമലുകളോടുള്ള പ്രതിപത്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി നാം ചെയ്യുന്ന കർമ്മങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം, ആ രീതിയിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇല്ല, വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ്? നാം എന്തോ ഒരു കടമ നിർവഹിക്കും പോലെ, ഒരു നേർച്ചക്കടം വീടും പോലെ നാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിനോട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അകത്ത് നിന്നൊരു സ്നേഹം നാം ചെയ്യുന്ന കർമ്മങ്ങളോട് വരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈമാനിൻ്റെ പോരായ്മയാണ്. ഈമാൻ പരിപൂർണമാകാത്തത് കൊണ്ടാണ്. ഈമാനിന് കരുത്തില്ല, ഈമാനിന് ശക്തിയില്ലാത്തത് കൊണ്ടാണ്. എന്താണ് ഈമാൻ? ഈമാൻ എങ്ങനെയാണ് കരുത്തുറ്റതാകുന്നത്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു തആല സൂറത്തുൽ അംഫാലിൽ പഠിപ്പിക്കുകയാണ്, ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായും സത്യവിശ്വാസികൾ, യഥാർത്ഥ ഈമാൻ കൊണ്ടവർ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ആരാണ് യഥാർത്ഥ ഈമാൻ കൊണ്ടവർ? അല്ലദീന, ഒരു കൂട്ടരാണ്, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അവന്റെ ശിക്ഷയെക്കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പേടിച്ച് വിറകൊള്ളുന്നവർ ആരാണത്? നാം ഓർത്തു നോക്കൂ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി, ഇസ്രയേലിന്റെയും കൈസറിന്റെയും കോട്ടകൊത്തലങ്ങളെ കിടലം കൊള്ളിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അദ്ദേഹത്തിന് ഒരു ഡയറി ഉണ്ടായിരുന്നു. ഭരണം നടത്തുമ്പോൾ ഒരു ഡയറി ഉണ്ടായിരുന്നു കയ്യിൽ. ആ ഡയറിയിൽ താൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഓരോ ആഴ്ചയിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നന്മയും തിന്മയും, നല്ലതും നല്ലതല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഡയറിയിൽ കുറിച്ചു വെക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അതെടുത്ത് വായിച്ചു നോക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും എടുത്ത് വായിച്ചു നോക്കും. അതിൽ നല്ലതുണ്ടാകും. നല്ലതല്ലാത്തത് കാണുമ്പോൾ താൻ കരുതി വെച്ച ഒരു ചാട്ടവാറെടുത്തിട്ട് തൻ്റെ ശരീരത്തിനെ തലങ്ങും വിലങ്ങും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിക്കുകയാണ്. യാ ലൈതനീ ലം തലിദിനി ഉമ്മീ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ എന്തിനീ തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ട് തൻ്റെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും അടിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കറുത്ത പാടുകളുണ്ട്. അടികൊണ്ട പാട്, താൻ സ്വന്തം അടിച്ച പാടുകൾ. രോഗിയായിരിക്കുമ്പോൾ സന്ദർശിക്കാൻ വരുന്നവരെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുമത്രേ, യാ ലൈതനീ ലം തലിദിനി ഉമ്മീ,
എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ തെറ്റുകാരനായി പോകുമോ എന്നെനിക്ക് ഭയമാവുകയാണ്. ആരാണ്? ഉമറുൽ ഫാറൂഖ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമറുൽ ഫാറൂഖിനോടും, അബൂബക്കറെ നിങ്ങൾ സ്വർഗത്തിലാണ്, ഉമറെ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ മഹാനായ ഉമറുൽ ഫാറൂഖ്, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ക അലാ ലിസാനി ഉമർ നബിയുനാ റസൂലുള്ളാഹി, നിശ്ചയം അല്ലാഹു തആല ഉമറിന്റെ നാവിൽ സത്യത്തെ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ ഉമറിന്റെ അഭിപ്രായത്തിനൊത്ത് നിരവധി ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ അവതരിച്ചിട്ടുണ്ട്. ആ ഉമറുൽ ഫാറൂഖ് ആണ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഞാൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു ദിവസം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ആയത്തോതുകയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിശ്ചയം തങ്ങളുടെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫിഅ, അതിനെ തടയാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ള ആയത്ത് അങ്ങോട്ട് കേട്ടപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണുപോയി. ബോധം കെട്ട് കിടക്കുകയാണ്. ബോധരഹിതനായി താഴെ വീണപ്പോൾ സ്വഹാബത്ത് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ഒരു മാസക്കാലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ആയത്ത് കേൾക്കുമ്പോൾ പേടിച്ച് വിറക്കുകയാണ്, ബോധം കെട്ട് വീഴുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനം കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയെ തടയാൻ ആരാലും സാധ്യമല്ലെന്നുള്ള വാക്ക് കേട്ടപ്പോൾ ബോധം കെട്ട് വീണുപോയി. കിസ്റയുടെയും കൈസറിന്റെയും കോട്ടക്കൊത്തളങ്ങളെ കിടലം കൊള്ളിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതാണ് ഈമാൻ. അങ്ങനെയുള്ള കരുത്തുറ്റ ഈമാനാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ്. ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അതാണ് മഹാന്മാരായ സ്വഹാബത്ത്. പക്ഷേ ഇന്ന് ഖുർആൻ ഓതാൻ പോലും നമുക്ക് സമയം ലഭിക്കാതെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രമാണ് തങ്ങളുടെ ആ ഈമാനിന്റെ പൂർണ്ണത എത്രമാത്രമാണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ബഹുമാനപ്പെട്ട അത്വാ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹവും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മറ്റൊരു സഹോദരനും കൂടി മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുകയാണ്. ആയിഷ ബീവിയെ സന്ദർശിക്കാൻ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു, ഒപ്പം ഉബൈദ് ഇബ്നു അംർ തുടങ്ങിയ ഏതാനും സ്വഹാബത്ത് ആയിഷ ബീവിയെ സന്ദർശിച്ചു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം. എന്നിട്ട് ചോദിച്ചു, ആയിഷ ബീവി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം ഏതാണ്? നിങ്ങളും ഹബീബായ നബിയും തമ്മിലുള്ള ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായ ദിവസമായി തോന്നിയത് എന്നാണ് എന്ന് ചോദിച്ചപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന ദിവസം ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസമാണ്. ആയിഷ ബീവിയുടെ ദിവസത്തിൽ ആയിഷ ബീവി പറയുന്നു, എൻ്റെ ദിവസത്തിൽ എൻ്റെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കാൻ ഒരുങ്ങുകയാണ്. കിടന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ആയിഷ, എന്നെ ഒന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കൂ ആയിഷ, ഞാനൊന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യട്ടെയോ ആയിഷ, ഞാനൊന്ന് അള്ളാഹുവിനെ ആരാധന ചെയ്യട്ടെയോ ആയിഷ, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ പള്ളിയിലേക്ക്
ഇത് കേട്ടപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബിയെ, അങ്ങ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് ഞാൻ എതിർക്കുമോ നബിയെ? അങ്ങ് പോയിക്കൊള്ളൂ നബിയെ, എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നബിയെ, അങ്ങ് പോകൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. കരയുകയാണ്. കരഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ സ്ഥലത്തേക്ക് കടന്നു വരികയാണ്, പള്ളിയിലേക്ക് കടന്നു വരികയാണ്. മഹാനായ നബി തങ്ങൾ കരയുന്നത് കാണുന്നു. മഹാനായ ബിലാൽ ചോദിക്കുകയാണ്, മാലക യാ റസൂലല്ലാഹ്, മാ യുബ്കീക യാ റസൂലല്ലാഹ്, തങ്ങൾ എന്തിനാണ് നബിയെ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക ദംബക യാ റസൂലല്ലാഹ്, അങ്ങയുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകല ദോഷങ്ങളും അള്ളാഹു പുറത്തു തന്നില്ലയോ? പിന്നെന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലയോ ബിലാൽ, ഇന്നലെ രാത്രി പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഇറങ്ങുകയുണ്ടായി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരായത്തോതി കേൾപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നലെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ വഅലാ ജുനൂബിഹിം യതഫക്കറൂൻ അല്ലദീന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നലെ രാത്രി ഒരായത്തിറങ്ങി. എന്താണത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നിശ്ചയം ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്. ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. മഹാനായ നബി തങ്ങൾ ബിലാലിനോട് പറയുകയാണ്, ആരാണ് ബുദ്ധിമാന്മാർ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആരാണ് ബുദ്ധിമാന്മാർ? അല്ലദീന യദ്കുറൂനല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, നിന്നും ഇരുന്നും, വഅലാ ജുനൂബിഹിം, കിടന്നും എന്ന് പറഞ്ഞാൽ നിന്നും ഇരുന്നും കിടന്നും എന്ന് പറഞ്ഞാൽ എല്ലാ നേരത്തും അല്ലാഹുവിനെ ഓർക്കുക. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, മാത്രമല്ല വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് നോക്കിയിട്ട് അതിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, പടച്ചവനെ, നീ ഇതൊക്കെ പടച്ചത് വെറുതെയല്ലല്ലോ തമ്പുരാനെ, ഇതിന്റെ പിന്നിലെല്ലാം മഹായുക്തിയുണ്ടല്ലോ, ഇത് നിരർത്ഥകമായി നിഷ്ഫലമാകാൻ അക്ഷരമായി പടച്ചതല്ലല്ലോ തമ്പുരാനെ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞങ്ങളെ നരകശിക്ഷയെ തൊട്ട് നീ കാത്തു രക്ഷിക്കണമേ എന്നുള്ള അർത്ഥം കുറിക്കുന്ന ആയത്ത് ഇന്നലെ രാത്രി ഇറങ്ങിയതാണ് ബിലാലെ. ഈ ആയത്തോതിയിട്ട് തങ്ങൾ പറയുന്നു, നരകശിക്ഷയെ തൊട്ട് കാവൽ തേടാനാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ആ നരകത്തിന്റെ തീ അണക്കാൻ കണ്ണിന്റെ ഈ ധാരധാരയായി ഒഴുകുന്ന വെള്ളത്തിനല്ലാതെ, കണ്ണുനീരിനല്ലാതെ നരകത്തിന്റെ തീനെ അണക്കാൻ സാധിക്കില്ല ബിലാൽ. അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ബിലാലെ എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ബിലാലിനോ സമാധാനിപ്പിക്കുക. അത് കേട്ടപ്പോൾ ബിലാലും കരഞ്ഞു പോവുകയാണ്. കണ്ണുനീര് വാർത്തുകൊണ്ട് ആ കണ്ണുനീര് കൊണ്ട് നരകത്തിന്റെ തീനെ അണക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. തങ്ങൾക്ക് എത്ര നിസ്കരിച്ചാലും മതി വരുന്നില്ല, അമൽ ചെയ്താൽ തങ്ങൾക്ക് പൂതി തീരുന്നില്ല. അമൽ ചെയ്താൽ തങ്ങളുടെ പൂതി തീരുന്നില്ല. കാരണം തങ്ങൾ അക്മലുൽ നാസി ഈമാനാ,
ജനങ്ങളിൽ ഏറ്റവും ഈമാൻ പൂർണ്ണമായവരാണ് നബിത്തങ്ങൾ. അതുകൊണ്ട് അമൽ ചെയ്താൽ തങ്ങൾക്ക് മതി വരുന്നില്ല. വല്ലാത്ത ഭൂതിയാണ് അമൽ ചെയ്യാൻ. വീണ്ടും വീണ്ടും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ പറയുന്നു, ഒരു ദിവസം രാത്രി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു. തങ്ങൾ നിസ്കാരത്തിന് കൈകെട്ടി, സുന്നത്ത് നമസ്കാരത്തിന് കൈകെട്ടി. ഞാൻ പുറകിൽ നിന്നു. കൈകെട്ടി തങ്ങൾ ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി. ഫാത്തിഹ ഓതി പിന്നെ സൂറത്തുൽ ബഖറ തുടങ്ങി. സൂറത്തുൽ ബഖറ ഓതി മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വിചാരിച്ചു 100 ആയത്താകുമ്പോൾ തങ്ങൾ റുക്കൂഇലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. 100 ആയത്തായാൽ റുക്കൂഇലേക്ക് ഇല്ല. അങ്ങനെ തുടർന്നു. 200 ആയി. 286 ആയത്തുണ്ട് അൽ ബഖറയിൽ. എന്നാൽ അൽ ബഖറ കഴിഞ്ഞാൽ റുക്കൂഇൽ പോകും എന്ന് വിചാരിച്ചു. ഇല്ല. ആല ഇമ്രാൻ. പിന്നെ തങ്ങൾ ആലു ഇമ്രാൻ സൂറത്ത് തുടങ്ങുകയാണ്. ആലു ഇമ്രാൻ മുഴുവനും ഓതി എന്നിട്ടാണ് തങ്ങൾ റുക്കൂഇലേക്ക് പോകുന്നത് രാത്രി നിസ്കാരത്തിൽ. സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും. ഇന്ന് 10 മിനിറ്റ് കൊണ്ട് തറാവി 20 നിൽക്കരിക്കുന്ന സ്ഥലം എവിടെയാണ് നോക്കുന്നത് ഓരോരുത്തർ. നമ്മൾ ആലോചിക്കുകയാണ് 10 മിനിറ്റ് കൊണ്ട്. ഇപ്പം പിന്നെ തറാവിക്ക് തന്നെ കുറേ ആൾ വരുന്നില്ല. ഇന്ന് വയലിന് വരാത്തെന്താ? ഇന്ന് ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണ്. പിന്നെ നിങ്ങളെ ഡ്യൂട്ടി ദിവസമൊന്നും അല്ല ഇവിടെ വിഷയം. ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ എന്ത് വയല, എന്ത് റമദാൻ പ്രഭാഷണം. അതും ഇന്ന് ബ്രസീലിൻ്റെ കളിയുമാണ് ഞങ്ങളെ റമദാൻ പ്രഭാഷണത്തിന് വരായിട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ നിങ്ങൾ വന്ന നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാമത്തെ റക്അത്തിൽ ഓതിയ ഓതിയ സൂറത്ത് പണ്ടൊരു മൂലിയാർ ഓതിയ മാതിരിയല്ല. പണ്ടൊരു ഉസ്താദ് എപ്പോഴും ഖുൽഹുവല്ലാഹു ഖുൽ റബ്ബിൽ ഫലഖ്. അല്ല ഉസ്താദെ നിങ്ങൾക്ക് വേറെ സൂറത്തൊന്നും അറിയില്ലെന്ന് വെച്ച് ഒരു ആചാര്യർ. അല്ല നിങ്ങളെ 300 ഞാൻ അൽ ബഖറ ഓതി തരാറിഞ്ഞ അയാൾ. 300 റുപ്യ ശമ്പളം. നിങ്ങളെ 300 റുപ്യക്ക് ഞാൻ അൽ ബഖറ ഓതി തരാം. ഖുൽഹുവല്ലാഹു ഖുൽ റബ്ബിൽ ഫലഖ് അതും ഖുർആനിൽ പെട്ട തന്നെയാണ്. അതോതിയാലും മതി, കൂലി കിട്ടും. അപ്പൊ അങ്ങനെയല്ല. അൽ ബഖറ തുടങ്ങി. 2-ാമത് ആലു ഇമ്രാൻ. എത്ര ആയത്താ? അൽ ബഖറയിൽ 286, ആലു ഇമ്രാനിൽ 200. ഈ 2 സൂറത്തും ഓതി തീർന്നു 1-ാമത്തെ റക്അത്തിൽ. എന്നിട്ട് തങ്ങൾ റുക്കൂഇലേക്ക് പോയി. തങ്ങളുടെ റുക്കൂഴ് നൃത്തത്തിനോട് അടുക്കും. പിന്നെ എഴുത്തിനാലിലേക്ക് വന്നു. തങ്ങളുടെ എഴുത്തിനാല് റുക്കൂഴിനോട് അടുക്കും. പിന്നെ സുജൂദിലേക്ക് പോയി. സുജൂദ് നൃത്തത്തിനോടടുക്കും. അത്ര വലിയ നിസ്കാരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത് തങ്ങൾ നിസ്കരിച്ചത് കൊണ്ടല്ലേ മഹാനായ ഇമാം ബുസൂരി പറഞ്ഞത്, ലലംതു സുന്നതമൻ അഹിയല്ലലാമഹില അനിഷ്തകത് ഖദമ ഹുല്ലുറ മിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വശദ്ദ മിൻ സഗബിൻ أحشاءه وطوى تحت الحجارة كشح مطرف الأدم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم. മഹാനായ ഇമാം ബുസൂരി പറയുകയാണ്, ളലംതു സുന്നത മൻ അഹ്യൽ ളലാമ ഇലാ അനിഷ്തകത് ഖദമാഹു ളുറ മിൻ വറമി. നിസ്കരിച്ച് കാലിലെ നീറ് വന്ന് ആ നീറ് പൊട്ടി ഒലിക്കുന്നത് വരെ രാത്രിയെ ഹയാത്താക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് ഞാൻ അതിക്രമം കാണിച്ചു പോയി. അത്ര വലിയ സുന്നത്ത് നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ ഇമാം ബുസൂരി താഴ്മ പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം അങ്ങനെയാണ്. അങ്ങനെയുള്ള ആ നിസ്കാരമാണ്, അങ്ങനെയുള്ള അമലിനോടുള്ള വല്ലാത്ത സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകേണ്ടത്. ഈമാൻ പൂർണ്ണമാകുന്നതിന്റെ ലക്ഷണമാണ് അല്ലാഹു പറയുന്നത്, വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുകയാണ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നരകം എന്ന് കേൾക്കുമ്പോൾ, നരകത്തെ പടച്ചത് മുതൽക്ക് മഹാനായ മീകായിൽ അലൈഹിസലാം ചിരിച്ചിട്ടില്ലെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്. ചോദിച്ചു, ത്വാഹ, ഒരു ദിനം ജിബ്രീലെ ചിരിക്കാത്തതായി കാണുന്നു മീകായിലെ.
നരകത്തെ സൃഷ്ടിച്ചത് മുതൽ മീകായിൽ ചിരിക്കാത്തതാണെന്നുത്തരം ജബ്രായീൽ. സിദ്ദീഖുനൽ അക്ബർ പെരുത്ത് കരഞ്ഞതാ, ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ. 300 വർഷം തുടരെ ശൈഖുൽ അംബിയ കരഞ്ഞെന്ന് പറയുന്നുണ്ടതും ഭയം തന്നെയാ. പേടിച്ച് പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ. റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ. മീസാനിൽ ഓരോ തുള്ളിയും തൂക്കുന്നതാ. അത് ഉഹുദ് മല പോൽ ഭാരമിൽ തൂങ്ങുന്നതാ. തഴവ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ പദവി ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. നരകം പടച്ചത് മുതൽ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. എത്ര പേടിച്ചിട്ട് ചിരി വരുന്നില്ല. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പരിശുദ്ധ ദീനിന്റെ പ്രബോധനം നിർവഹിച്ച മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ശൈഖുൽ അംബിയ 300 വർഷം അള്ളാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞു എന്ന്. 300 വർഷം ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. 950 വർഷം പ്രബോധനം നടത്തി. പിന്നെ ജലപ്രളയം വന്നു. അതിനുശേഷം 60 വർഷം പിന്നെയും ജീവിച്ചു. 1050 വർഷം അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്ത മഹാനായ ശൈഖുൽ അംബിയ ഉലുൽ അസ്മുകളിലെ പ്രധാനിയായ നൂഹ് നബി അലൈഹിസ്സലാം 300 വർഷം അള്ളാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞു. നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ്. മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയാണ്. എല്ലാ കാര്യവും റബ്ബിൽ തവക്കുലാക്കുകയാണ്. തവക്കൽതു അലല്ലാ കാറിന്റെ പുറത്ത് എഴുതി ഒട്ടിക്കലല്ല. നാട്ടിലെല്ലാം കാണാം ഓട്ടോറിക്ഷൻ്റെ പുറത്ത് തവക്കൽതു അലല്ലാന്ന്. ഓൻ 1000 ദിവസം പള്ളി കയറിയിട്ടുണ്ടാവില്ല. ഇതുകൊണ്ടൊന്നും തവക്കല് കിട്ടൂല. തവക്കുല് വേണം. ആ തവക്കൽതു ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ. സങ്കടമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി എന്താണ് ചൊല്ലിയത്? ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ഒരു രോമം പോലും കരിഞ്ഞില്ല. 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ആ തീയിൽ കിടന്നിട്ട്. എങ്ങനത്തെ തീയാ? ആ തീയിൻ്റെ മുകളിലൂടെ പക്ഷികൾ പറന്നുപോയാൽ കരിഞ്ഞു വീഴുമായിരുന്നു. അത്ര ചൂടുള്ള 1 മാസം ഒരുപാട് വിറകുകൾ ശേഖരിച്ചിട്ട് കത്തിച്ച തീയാണ്. ആ തീയിൽ കിടന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ രോമം പോലും കരിഞ്ഞില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ശരിയായ തവക്കുലാണ്. എനിക്കല്ലാഹു മതി. ബരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ അള്ളാഹുവാണ്. അപ്പൊ ആ തവക്കുൽ അതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. ഇപ്പൊ 3 കാര്യമായി. ഒന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയം പേടിക്കണം. രണ്ടാമതായി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കണം, ഈമാനിന് കരുത്ത് കൂടണം. മൂന്നാമത്തേത്, എല്ലാ കാര്യങ്ങളും റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. 4-മതായി അള്ളാഹു തന്നെ പറയുന്നു, അല്ലദീന യുഖീമൂനസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുഖീമൂനസ്സലാ, നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യണം. നിസ്കരിക്കണം എന്നല്ല. പ്രവാസികൾക്ക് സ്വബി നിസ്കാരം എപ്പോഴാ? 9 മണിക്ക് ഡ്യൂട്ടിയാണെങ്കിൽ 8:30 സ്വബി. കാരണം രാത്രി കുറേ താമസിച്ചിട്ടില്ലേ മൂലിയാരെ കിടന്നുറങ്ങുന്നത്. 1 മണിക്ക് 2 മണിക്ക്. ആരിനോട് 1 മണിക്ക് 2? നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാലോ. അത് വന്നിട്ടൊന്ന് റാഹത്തായി കുറച്ച് TV ഒക്കെ കണ്ട് പിന്നെ ഒന്ന് കിടക്ക്. അങ്ങനെ പിന്നെ കുറേ നേരം വൈകിയ സുബഹിക്ക് എണീക്കൂല. അവന് എണീക്കുമ്പോൾ സുബഹി എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ് സുബഹി. 10 മണിക്കെങ്കിൽ 10 മണിക്ക്. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നിർവഹിക്കുക. നിസ്കാരത്തിന് സമയമുണ്ട്, ആ സമയത്ത് കൃത്യം നിർവഹിക്കുക. അല്ലദീന യുഖീമൂനസ്സലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, അവർക്കാണ് ശരിയായ ഈമാൻ ഉണ്ടാവുക. ഈമാൻ പൂർണ്ണമാകുന്നതിൻ്റെ അടയാളമാണ് സമയമാകുമ്പോൾ ഓനെ എങ്ങനെയെങ്കിലും ഓനെ നിസ്കരിക്കും. ഓന് മറ്റൊന്നും തടസ്സാവില്ല. സമയമാകുമ്പോൾ ഓന് നിസ്കരിച്ചില്ലെങ്കിൽ ആകെ ഒരു ബദ്ധപ്പാടായിരിക്കും.
അതാണ് ഈമാനിൻ്റെ ലക്ഷണം. ഇത് സമയമായാലും നിൽക്കരിക്കൂല. മാത്രമല്ല നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുക. നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവർ അവരാണ് ശരിയായ ഈമാനുള്ളവർ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ലഹും ദറജാത്തുൻ, അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ മഹത്തായ പദവികളുണ്ട്. മാത്രമല്ല വമഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പാപമോചനവും മാന്യമായ ഭക്ഷണവും അവർക്ക് ലഭിക്കുമെന്ന് അള്ളാഹു തആല സൂചിപ്പിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുമ്പോഴേ നമുക്ക് അമലുകളോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. നമ്മുടെ നിസ്കാരത്തോട്, നമ്മുടെ നോമ്പിനോട്, നമ്മുടെ സദഖയോട്, നമ്മുടെ ഖുർആനിനോട്, നമ്മുടെ ഇഅ്തികാഫിനോട്, നമ്മുടെ എല്ലാ പുണ്യപ്രവർത്തനങ്ങളോട്, പുണ്യകർമ്മങ്ങളോട് നമുക്ക് സ്നേഹം വേണമെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായിരിക്കണം. ഈ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരു മനുഷ്യനിക്ക് ഇത്തരം അമലുകളോട് വല്ലാത്ത പ്രതിപത്തിയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്ന് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം.